കെട്ടിയോന്റെ കൂടെ കെട്ടിയോള് ക്ലീനർ ആയി പോകുന്ന വീഡിയോന്റെ രണ്ടാം ഭാഗമാണ് ഇത്. ബീച്ചിലെത്തിയ പിന്നെ എല്ലാവർക്കും ഇവിടെ ഐസ് ചൊരണ്ടി ഫറലാണ്. നമ്മളെ ചെറുക്ക് ഇവിടെ ഐസ് ഒന്നും മോന്റെ കെട്ടിയോളാണെങ്കിൽ അവിടെ ആദ്യമായിട്ട് കടലാണാൻ വന്ന മാതിരിയാണ്. അങ്ങനെ ബീച്ചിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ് നമ്മള് നേരെ പോയത് പ്ലാനറ്റോറിയത്തിക്കാണ്. പിന്നെ അവിടെ എത്തിയപ്പോ നമ്മളെ ട്രിപ്പിലെന്ന് സാറും ചെക്കന്മാരൊക്കെ പാടെ നമ്മള് വീഡിയോ കണ്ടിട്ട് നമ്മള് നല്ല മോട്ടറക്കലാണ്. പക്ഷെ നമ്മളിതൊക്കെ കുറെ കണ്ടതാണെന്ന് സാറിന് അറിയില്ലല്ലോ. കുറച്ചൊരു കഴിഞ്ഞൊക്കെ നമ്മള് രാവിലെ ടാറ്റ പറഞ്ഞ് നമ്മളെ വിട്ട് ആരിഫോടെ എത്തിക്കണം. ഇന്ന് ലീവാണെന്ന് പറഞ്ഞ് നമ്മള് ചെറുക്കൻ നിലമ്പൂരിന്ന് കാർ ഓട്ടി കോഴിക്കോട് വരെ വന്നിട്ട് വേറെ എന്തിനാന്ന് അറിയോ, ചെറുക്കനെ കീറിയ ടൗസർ വണ്ടിയിലുണ്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ സംശയം അമ്മായി വിളിച്ചതിന് ശേഷം ഓള് പറഞ്ഞോളൂ അമ്മായി അല്ല കുട്ടിയാണെന്ന് പറയാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ട് കണ്ടില്ല ഓള് കുട്ടിയാണെന്ന് അറിയിച്ചാലും വേണ്ടിയാണ് കുട്ടികളുടെ അടി കൂടെ ഓളെ പോത്തിന്റെ നടത്തും. പിന്നെ പ്ലാനറ്റോറിയത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞേക്ക് നമ്മള് നേരെ വിട്ടു കാലിക്കറ്റിലെ ഹൈലൈറ്റ് മാൾക്ക് പോയ സ്ഥിതിക്ക് നമ്മൾ അവിടെ രണ്ട് കൂട്ടം ചെരുപ്പ് അങ്ങോട്ട് വാങ്ങി. പിന്നെ നമ്മൾ പുറത്തിറക്കി ടീംസിനെ കൊണ്ട് റീൽസ് എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഇത്. നമ്മുടെ സാറാണെങ്കിൽ ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കണ പോലെ റീൽസ് എടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റെപ്പിന്റെ ക്ലാസ് എടുത്ത് കൊടുക്കണം. പിന്നെ നമ്മളൊരു ബ്ലോഗറാണെന്ന് അറിഞ്ഞോട് കൂടി പിന്നെ എല്ലാവരും പാടെ നമുക്കൊരു സെലോട്ടായിട്ട് അടിച്ചു. പിന്നെ എല്ലാവരും പാടെ വട്ടത്തിരിത്തിയാണ് നമ്മൾ നേരെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന്. അപ്പോഴാണ് ഒരാൾ മാറി നിന്നാണ്ട് എടുക്കുന്ന സങ്കടത്തിലാണ്. വേറെ ഒന്നല്ല ഓളെ ഫോട്ടോ എടുക്കാൻ കൂട്ടാത്തിന്റെ സങ്കടമാണ് ഓളെ മൊത്ത്. അങ്ങനെ നമ്മൾ തിരിച്ചു നേരെ വണ്ടൂരെത്തി. രാവിലെ ട്രിപ്പ് പോകുമ്പോൾ പൊട്ടിച്ചാൻ വെച്ച പടക്കം പൂത്തിരിയൊക്കെ പാടെടുത്താണ് നമ്മൾ നേരെ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് പൊട്ടിച്ചു. അപ്പൊ ഏതായാലും കുറച്ച് പടക്കം കൂടി ബാക്കിയുണ്ട്, അതും പാടെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലത്തെ കിടിലൻ വീഡിയോസുമായി കാണുന്നുണ്ടെങ്കിൽ ചെങ്ങന്മാരെ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി.